ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് പിന്നെയും ഒരു വീഡിയോ ആയി വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ലിയോയുടെ ഹെറോൾഡ് ദാസിന്റെ ഒക്കെ ഇറങ്ങിയായിരുന്നു, ഗ്ലിംസ് ഇറങ്ങിയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആന്റണി ദാസിന്റെ ഗ്ലിംസ് ഇറങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ ചെറുതായിട്ട് അതൊന്ന് വിട്ടുപോയി, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹെറോൾഡ് ദാസ് വന്നിട്ട് ഞാൻ ഹെറോൾഡ് ദാസിന്റെ ഗ്ലിംസ് ഇട്ട സമയത്താണ് ഞാൻ ശ്രദ്ധിക്കണത്. ഷെടാ പിന്നെയാണ് എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നെ, ഓ ശരിയാണല്ലോ ആന്റണി ദാസ് ലിയോ എന്ന് പറഞ്ഞ് വന്നത്. അപ്പോഴാണ് ഞാൻ അവിടുത്തെ ദൈവമേ, ആക്ച്വലി അതായിരുന്നല്ലോ ആദ്യം ഇറങ്ങിയ ഗ്ലിംസ് എന്ന് പറയുന്നത്. ആദ്യം ഇറങ്ങിയത് നമ്മുടെ ആന്റണി ദാസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹെറോൾഡ് ദാസ് ഇറങ്ങിയത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആന്റണി ദാസിന് റിയാക്ട് ചെയ്ത ശേഷമാണ് ഇവിടേക്ക് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇച്ചിരി തല തിരിഞ്ഞതായതുകൊണ്ട് നമുക്ക് തല തിരിഞ്ഞ് റിയാക്ട് ചെയ്യാം ഗൈസ്. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ആന്റണി ദാസിന്റെ ഗ്ലിംസ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ലിയോയുടെ ഒഫീഷ്യൽ പേജിൽ. അപ്പൊ അത് റിയാക്ട് ചെയ്യാനാണ് പോകുന്നത്. അത് എത്ര ഒരു 37 സെക്കൻഡ്സ് എന്തോ ഉള്ളൂ. കാരണം ജസ്റ്റ് ഒരു നമ്മുടെ ആ ക്യാരക്ടർ ഇൻട്രോ ആണല്ലോ. എല്ലാ ക്യാരക്ടറിനും ഭയങ്കര ഗുമ്മൻ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഇൻട്രോസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മൾ വ്യൂവേഴ്സിനെ, ഓഡിയൻസിനെ മൊത്തം ആ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യും. ആ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന വേറെ ഒരു 100,000 റീസൺസ് ഉണ്ട്. വിജയാണ്, ലോകേഷ് കനകരാജ് ഉണ്ട്, അതിൻ്റെ അകത്തുള്ള ആക്ടേഴ്സ് എല്ലാം, മ്യൂസിക് എല്ലാം നമ്മളെ ആ സിനിമയിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് കുറച്ചുകൂടെ രസമാണല്ലോ ഇങ്ങനെ നമ്മളെ കുറച്ചുകൂടി എക്സൈറ്റഡ് ആക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്തായാലും ആന്റണി ദാസിന്റെ ഗ്ലിംസ് കാണാം. ഓക്കെ, ആർ യു ഗൈസ് റെഡി? യെസ്, നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കമോൺ ഗൈസ്, ലിയോ ഒക്കെ നമ്മൾ ഒന്നുകൂടെ കണ്ടില്ലെങ്കിൽ നമ്മളൊരു ഇതാണോ? ഓക്കെ, നമുക്കതൊന്നുകൂടെ കാണാം. ഓക്കെ, ഓ ഈ മനുഷ്യനെ പറ്റത്തുള്ളൂ ഇത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആന്റണി ദാസ്, ഹാപ്പി ബർത്ത്ഡേ സഞ്ജയ് ദത്ത്. പവർഫുൾ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് ആണോ നമുക്ക് അറിയത്തില്ല. ഈ ആന്റണി, നമുക്ക് എന്തായാലും രണ്ട് പേരിൽ നിന്ന് മനസ്സിലായി ആന്റണി ദാസും ഹെറോൾഡ് ദാസും തമ്മിൽ ഒന്നെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കാം. കാരണം അവരുടെ ഒരു പേര് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ബ്രദേഴ്സ് ആണെന്ന് തന്നെയാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് സഞ്ജയ് ദത്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്, ആ ഒരു നോട്ടത്തിന് തന്നെ ഒരു ഭയങ്കര ഒരു പവർ ഉണ്ട്. നോക്കുന്ന രീതിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു പവറാണുള്ളത്. ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സ് ആയിക്കോട്ടെ, അല്ലാണ്ട് ഒരു മാസ് ക്യാരക്ടറായിട്ട് എല്ലാം പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും. അതുപോലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളിക്ക് പറ്റും. അതാണ് ആക്ടേഴ്സ് അങ്ങനെയാണല്ലോ. അപ്പം എന്തായാലും ഇതിൽ പുള്ളി വാട്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാൻ മാത്രം ഒന്നും ഇല്ല ഈ വീഡിയോൻ്റെ അകത്ത്. ജസ്റ്റ് ഗ്ലിംസ് ആയിട്ട് ഇങ്ങനെ വരുന്നു, ആ ഒരു സ്റ്റാർ ഗെത്താണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ആന്റണി ദാസും അടിപൊളിയാണ്, ഹെറോൾഡ് ദാസും അടിപൊളിയാണ്, വിജയ് പണ്ടേ അടിപൊളിയാണ്. അപ്പം അടുത്ത് നമുക്ക് വീണ്ടും റിയാക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വീണ്ടും നമ്മുടെ ട്രെയിലേഴ്സ് വരട്ടെ. അപ്പം ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.